ഹായ് നമസ്കാരം. ഈ ആഴ്ചയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അബുദാബി ബിഗ് ടിക്കറ്റ് മലയാളികൾക്ക് അടിച്ചു. 20 കോടി 30 കോടി രൂപയൊക്കെ അടിച്ചു. അതായത് 10 മില്യൻ്റെ ടിക്കറ്റ് 12 മില്യൻ്റെ ടിക്കറ്റൊക്കെ മലയാളികൾക്ക് അടിച്ചു എന്നുള്ള ന്യൂസ് പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ അടുത്ത് തന്നെ അതുപോലെ സൗദിയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾക്കാണ് അടിച്ചത്. അപ്പോൾ അവരെങ്ങനെ ടിക്കറ്റ് എടുത്ത് വെച്ചാൽ വെബ്സൈറ്റ് വഴി ഈ ടിക്കറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പല സുഹൃത്തുക്കൾക്കും ഇതൊരു ഡൗട്ടുണ്ട്, ഇത് അബുദാബിയിൽ പോയി മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ എന്നില്ല. അല്ല, തികച്ചും ഇത് നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ലോട്ടറിയാണിത്. അപ്പോൾ ഇത് ഞാനിതുവരെ എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഞാൻ അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് കുറേ മുൻപ് തന്നെ. അപ്പോൾ 500 ദിർഹം അങ്ങാണ്ടാണ് ഈ ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് അത് ഓൺലൈൻ വഴി എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തുടർന്ന് വരുന്ന വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ബിഗ് ടിക്കറ്റിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഹോം പേജിൽ വന്നാൽ നമുക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2020 മാർച്ചിലാണ്. അപ്പോൾ മാർച്ചിലെ ടിക്കറ്റ് എന്ന് പറയുന്നത് 20 മില്യണാണ് പ്രൈസ്. ബിഗ് ടിക്കറ്റ് പ്രൈസ് പറയുന്നത് 20 മില്യൺ. സാധാരണ 10 മില്യണ്, അതുപോലെ തന്നെ മാക്സിമം വരാറുള്ളത് 12 മില്യനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയൊരു ടിക്കറ്റാണ് വന്നിട്ടുള്ളത്, 20 മില്യൻ്റെ ടിക്കറ്റ്. അതുപോലെ തന്നെ മറ്റൊരു ടിക്കറ്റ് ഉള്ളത് കാർ BMW ഒരു കാറിൻ്റെ ടിക്കറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞ മന്തിലെ ജീപ്പിൻ്റെ ഒരു ടിക്കറ്റായിരുന്നു, അത് ഓൾറെഡി തീർന്നു. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലെ ലക്കി വിന്നറാണിത്. അതൊരു മലയാളി ആയിരുന്നു സൗദിയിൽ നിന്ന്. അദ്ദേഹം ഇതുപോലെ ഓൺലൈൻ വഴി എടുത്തൊരു ടിക്കറ്റിനാണ് 10 മില്യൺ അദ്ദേഹത്തിന് അടിച്ചത്. വാർത്തയ്ക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് നറുക്കെടുപ്പിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈ ടിക്കറ്റ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് നമ്മളിതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി മുൻപേ രജിസ്റ്റർ ചെയ്ത യൂസറാണ്. അപ്പോൾ എനിക്കിതിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയും ഈ സെക്യൂരിറ്റി കോഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്താൽ മതിയാവും. നിങ്ങളെ പുതുതായൊരു യൂസർ ആകുമ്പോൾ രജിസ്റ്റർ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ കൺട്രി കോഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതിന് താഴെ നിങ്ങൾ ഇമെയിലും കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ പാസ്വേഡും യൂസർ ഐ ഡിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അവിടെ നമ്മൾ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ട് അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മനസ്സിലാവും. ഞാനിപ്പോൾ നിലവിൽ ഇതിൽ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഞാനത് സൈൻ ഇൻ ചെയ്യാണ്. ഞാൻ എൻ്റെ നിലവിൽ ആദ്യം കൊടുത്ത യൂസർ വെച്ചിട്ടൊന്ന് സൈൻ ചെയ്യാണ്. ഇവിടെ കാണുന്ന ക്യാപ്ച കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്തു. തുടർന്ന് എൻ്റെ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ നിലവിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഏത് ടിക്കറ്റാണ് വേണ്ടത് വെച്ചാൽ ഇവിടുന്ന് ജസ്റ്റ് ബൈ ടിക്കറ്റ്. ഇപ്പോൾ ഈ 20 മില്യൻ്റെ ടിക്കറ്റാണ് വേണ്ടത് വെച്ചാൽ ഇത് വാങ്ങാം. ഇനി കാറിൻ്റെ ടിക്കറ്റാണ് വേണ്ടത് വെച്ചാൽ ബൈ ടിക്കറ്റ് കാറിൻ്റെ വാങ്ങാം. കാറിൻ്റെ പൊതുവേ അതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് ഇത്ര ഉണ്ടായില്ല. ഈ ബിഗ് ടിക്കറ്റിൻ്റെ അത്ര പൈസ ഉണ്ടല്ലോ. ബിഗ് ടിക്കറ്റ് എന്ന് പറയുന്നത് 500 ദിർഹമാണ് ഒരു ടിക്കറ്റിനുള്ളത്. നമ്മൾ ജസ്റ്റ് ബൈ ടിക്കറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വാട്ട്സ് യുവർ ലക്കി നമ്പർ, ഏത് നമ്പറാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണാം. അവിടെ ഒരുപാട് നമ്പർ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 500 ദിർഹമാണ് വിത്ത് വാറ്റ്. അപ്പോൾ സൗദിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റിയാലും ദിർഹം തമ്മിലുള്ള ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഒരു 500 സംതിങ് റിയാൽ കൊടുക്കേണ്ടി വരും. അതുപോലെ അതിൻ്റെ ഡ്രോ എന്ന് പറയുന്നത് അടുത്ത മാസം 3-ാം തീയതിയാണ്. എല്ലാ മാസം 3-ാം തീയതിയാണ് ഇതിൻ്റെ ടിക്കറ്റ് നറുക്കെടുപ്പ് ഉണ്ടാവാറുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ 2 ടിക്കറ്റ് വാങ്ങുമ്പോൾ ഒരു ടിക്കറ്റ് ഇതിൽ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് 3 ടിക്കറ്റ് ചൂസ് ചെയ്യുക. 2 ടിക്കറ്റ് വാങ്ങുന്നവർക്ക് 3 ടിക്കറ്റ് ചൂസ് ചെയ്തിട്ട് കാർട്ടിലേക്ക് ഇടാം. അതല്ലാതെ ഇപ്പോൾ ഈ കാണുന്ന നമ്പർ അല്ലാതെ മറ്റൊരു നമ്പറാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഓഡ് നമ്പർ, ഈവൺ നമ്പർ, ബർത്ത്ഡേ, നിങ്ങളുടെ ബർത്ത്ഡേനെ ബേസ് ചെയ്തിട്ടുള്ള നമ്പർ, അല്ലെങ്കിൽ ഒരു ലക്കി നമ്പർ,
അങ്ങനെ മറ്റെന്തെങ്കിലും കണ്ടൻസിൽ കൊടുത്തിട്ടില്ല നമ്പർ, ഏതെങ്കിലും ഒരു പ്രത്യേക നമ്പർ നിങ്ങൾക്ക് താല്പര്യമുള്ള നമ്പർ എൻ്റർ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം മതി. ഇപ്പം ഞാൻ ജസ്റ്റ് 3 എന്ന് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്തു. അപ്പോൾ 3 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അതുപോലെ തന്നെ എൻഡ് വിത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക നമ്പറിൽ എൻഡ് ചെയ്യണ ഒരു നമ്പർ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 7 കൊടുത്ത് സെർച്ച് ചെയ്തു. അപ്പോൾ 7 എൻഡ് ചെയ്യുന്ന നമ്പറുകൾ മാത്രമായിരിക്കും വരിക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് നമ്പറാണ് ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ആ നമ്പർ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു 7 സ്റ്റാർട്ട് ചെയ്യുന്നൊരു നമ്പർ എൻഡ് ചെയ്യുന്നൊരു നമ്പർ സെർച്ച് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 9 എൻഡ് ചെയ്യുന്ന നമ്പർ സെർച്ച് ചെയ്തു. അപ്പോൾ അടുത്ത ടിക്കറ്റ് ഞാനിപ്പോൾ ഒരു 9 എൻഡ് ചെയ്യണൊരു നമ്പർ ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണപ്പെടെ നമ്മൾ നിലവിൽ 2 ടിക്കറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ 2 ടിക്കറ്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടിക്കറ്റ് നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അടുത്ത ഫ്രീ ടിക്കറ്റ് ഞാനിപ്പോൾ ഒരു എൻഡ് വേണ്ട, അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ഒരു 5 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ സെർച്ച് ചെയ്തു. ഓക്കെ, 05 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അപ്പോൾ നമ്മൾ 3 ടിക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നമ്പറൊക്കെ ഇവിടുന്ന് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മളതിനെ ആഡ് കാർട്ടിലേക്ക് എൻ്റർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത നമ്പറുകൾ ഏതൊക്കെയാണെന്ന്, ടിക്കറ്റ് ഏതൊക്കെയാണെന്ന് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും ഡീറ്റെയിൽസും കൂടെ കാണാം. 1500 ദിർഹത്തിൻ്റെ ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ബൈ 2 ആൻഡ് ഗെറ്റ് 3rd ഫ്രീ. 2 ടിക്കറ്റ് വാങ്ങുമ്പോൾ 3ാമത്തെ ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് പർച്ചേസ് ചെയ്ത ടിക്കറ്റ് നമുക്ക് ഫ്രീ ആണ്. അത് മൈനസ് ചെയ്തിട്ട് 1000 ദിർഹമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളെ അഡ്രസ്സ് നിലവിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സൊക്കെ കൊടുക്കും. അപ്പോൾ ആ അഡ്രസ്സിലാണ് വേണ്ടത് പ്രിൻ്റ് ഔട്ട് വേണ്ടത് എന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ് അഡ്രസ്സിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രൊസീഡ് ചെക്ക് ഔട്ട് എന്നുള്ളത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പേയ്മെൻറ്റിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ വിസ കാർഡ്, മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ്, ഈ 3 കാർഡാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്ന കാർഡുകൾ. ഈ കാർഡുകൾ കൊടുത്തിട്ട് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിവിടെ കൊടുക്കുക. അതിൻ്റെ കാർഡ് നെയിം, മന്ത്, എക്സ്പയറി ഡേറ്റും ഇയറും, അതുപോലെ തന്നെ പിന്നിലുള്ള 3 അക്ക സീക്രട്ട് കോഡ് CVV. അതിനുശേഷം കാർഡിലെല്ലാം നെയിം അതുപോലെ കൊടുക്കുക. എന്നിട്ട് ഈ കാർഡ് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. തുടർന്ന് പേ നോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പർച്ചേസ് ടിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് അതിൻ്റെ പ്രൂഫും ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ കാറിൻ്റെ ടിക്കറ്റാണ് പർച്ചേസ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിങ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. കാറിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ രീതിയിൽ നമുക്ക് നമ്പർ ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്പർ ചൂസ് ചെയ്തു. എത്ര ടിക്കറ്റാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു 1 ടിക്കറ്റ് ചൂസ് ചെയ്തു. അത് കാർട്ടിലേക്ക് ഇട്ടു. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാം 150 ദിർഹമാണ് ഈ ഒരു കാറിൻ്റെ ടിക്കറ്റിൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രോസസ്സിങ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് ഇതുപോലെ തന്നെയാണ് കാറിൻ്റെ ടിക്കറ്റും പർച്ചേസ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ചൊരു ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ടിക്കറ്റ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാത്തത് കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിങ് എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലാണ് ബിഗ് ടിക്കറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിഗ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗ്യവാൻ നിങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.